കോൺഫിഡൻസ് ഇല്ലാത്തത് നിങ്ങളുടെ കുഴപ്പമില്ല. യെസ്, ഐ സെഡ് ഇറ്റ് ഔട്ട് ലൗഡ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ലാത്തതെന്ന് അറിയോ? കാരണം ജീവിതത്തിൽ ഇന്നേ വരെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടേതായിരുന്നിട്ടില്ല. ജനിച്ചപ്പോൾ മുതൽ, നമ്മൾ ജനിച്ച ആ ദിവസം മുതലുള്ള നമ്മുടെ തൂക്കവും കളറും നമ്മുടെ 10th റിസൾട്ടും നമ്മുടെ മാരിറ്റൽ സ്റ്റാറ്റസും എന്തിന് നമുക്കിനി ഉണ്ടാകാൻ പോകുന്ന കുട്ടികളുടെ പ്രോഗ്രസ് കാർഡ് വരെ അന്വേഷിച്ച് അനലൈസ് ചെയ്ത് അത് വെച്ച് നമ്മളെ ഡിഫൈൻ ചെയ്യാനായിട്ട് ഒരു കൂട്ടം ആൾക്കാർ നമ്മുടെ ചുറ്റും ഇങ്ങനെ നിൽക്കുമ്പോൾ യു വിൽ ബി അണ്ടർ കോൺഫിഡൻസ്. ഒരേ കുട്ടിയായിരുന്നപ്പോൾ മുതൽ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്, അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് നാട്ടുകാരെന്ത് പറയും. ദിസ് ഇസ് വാട്ട് വി ഹാവ് ബീൻ ഹിയറിംഗ് സിൻസ് വി വെർ ബോൺ. അപ്പൊ നമ്മുടെ ജീവിതത്തിലുള്ള എല്ലാ കാര്യങ്ങളും പബ്ലിക്കാണ്. നമ്മുടെ ജീവിതത്തിൽ പ്രൈവറ്റ് ആയിരിക്കേണ്ട എല്ലാ കാര്യങ്ങളും ലിറ്ററലി ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മാരിറ്റൽ സ്റ്റാറ്റസ്, നമ്മുടെ മാർക്സ്, നമ്മളടുത്ത് എന്ത് ചെയ്യുന്നു, എന്തിന് വെറുതെ ഇരിക്കുന്നത് തന്നെ നാട്ടുകാർക്ക് ഒരു സംസാര വിഷയം. നമ്മുടെ തോൽവികളിൽ കളിയാക്കുന്ന ഒറ്റ മനുഷ്യനും നമ്മൾ നല്ലതായാൽ നമ്മുടെ കൂടെ നിൽക്കാൻ പോകുന്നില്ല. യെസ്, ദാറ്റ് ഈസ് എ ട്രൂത്ത്. നമ്മൾ വിചാരിക്കും നമ്മൾ എന്തോ അല്ലാത്തത് കൊണ്ടായിരിക്കും ആൾക്കാർ കളിയാക്കുന്നത് അല്ലേ. യു ഡോണ്ട് ഹാവ് ഇനഫ് മാർക്സ്, യു ആർ നോട്ട് ഫെയർ ഇനഫ്, യു ആർ നോട്ട് ബ്യൂട്ടിഫുൾ ഇനഫ്. അങ്ങനെയുള്ള 1000 ചോദ്യങ്ങൾ കേട്ട് ചോദ്യങ്ങളല്ല, ആക്ച്വലി 1000 സ്റ്റേറ്റ്മെന്റ് കേട്ടാണ് നമ്മൾ വളർന്നത്. പക്ഷെ ആക്ച്വലി നമ്മൾ വിചാരിക്കും നമ്മൾ എന്തെങ്കിലുമൊക്കെ ആയാൽ ഇവരെല്ലാരും പറയും ഇല്ല നിങ്ങൾ അങ്ങനെയൊന്നുമല്ല. അല്ല, അങ്ങനെ പറയില്ല. നമ്മൾ എന്തെങ്കിലും ആയാൽ അവർ നമ്മളെ കുറ്റം പറയാൻ പുതിയൊരു കാര്യം കണ്ടുപിടിക്കും. നമുക്ക് എന്തുകൊണ്ടാണ് കോൺഫിഡൻസ് ഇല്ലാത്തത്? വേറൊരാൾ എന്ത് ചിന്തിക്കും എന്നുള്ള കാര്യം തന്നെയാണ്. നമ്മൾ എത്ര മറച്ചു വെക്കാൻ ശ്രമിച്ചാലും നമ്മളെ കുറിച്ച് വേറൊരാളെ എന്ത് ചിന്തിക്കും എന്നുള്ളത് കാര്യം തന്നെയാണ് നമ്മളെ അണ്ടർ കോൺഫിഡന്റ് ആകുന്നത്. ഫോർ എക്സാമ്പിൾ, ഇന്ന് ഞാൻ ഒരു വീഡിയോ എടുക്കണോ വേണം, ഞാൻ കുറെ നാളായിട്ട് എനിക്ക് എടുക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഐ വാസ് ഓൾവേസ് തിങ്കിങ് ലൈക്ക് എനിക്ക് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ഇല്ല, നല്ലൊരു ലൈറ്റ് സെറ്റപ്പ്, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടാവും, കുറെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും. ബട്ട് ഡസ് ദാറ്റ് ബോദർ മീ? എന്നെ അത് അഫക്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല. എനിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഇപ്പൊ ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്തിട്ട് നിങ്ങളൊരു 3 തിങ്സ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അച്ചീവ് ചെയ്തിട്ടുള്ള 3 കാര്യം, സിമ്പിൾ കാര്യങ്ങൾ മതി. നിങ്ങൾ എന്തെങ്കിലും ഒരു 10th കംപ്ലീറ്റ് ചെയ്തോ, അല്ലെങ്കിൽ 12th കംപ്ലീറ്റ് ചെയ്തോ, ഒരു ഡിഗ്രി അച്ചീവ് ചെയ്തോ, നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്സ് ഉണ്ട്, നിങ്ങൾക്ക് നന്നായിട്ട് കുക്ക് ചെയ്യാൻ അറിയാം, നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ ഹെൽത്ത് നോക്കുന്നുണ്ട്. ഈ സിമ്പിൾ കാര്യങ്ങളാണ് ജീവിതത്തിന്റെ എല്ലാം ഉണ്ടാക്കുന്നത്. കാരണം ഈ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ലൈഫ് ഇല്ല. നമ്മുടെ കരിയറോ നമ്മുടെ ഭയങ്കര വലിയ അച്ചീവ്മെന്റ്സോ അതിനപ്പുറത്തേക്ക് ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് ലൈഫിനെ ലൈഫ് ആക്കുന്നത്. സോ പോസ് ദിസ് വീഡിയോ ആൻഡ് തിങ്ക് അബൌട്ട് 3 തിങ്സ്, ലൈക്ക് 3 തിങ്സ് യു ഡിഡ് that make you feel confident. നിങ്ങളുടെ ജീവിതത്തിൽ അച്ചീവ് ചെയ്തിട്ട് 3 സിമ്പിൾ കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കുക. ലിറ്ററലി ഈ 3 കാര്യങ്ങളായിരിക്കണം നിങ്ങളുടെ ബേസ്. ഓരോ തവണയും ഇഫ് യു ആർ ഫീലിംഗ് അണ്ടർ കോൺഫിഡൻറ്റ്, യു ജസ്റ്റ് വെയിറ്റ് എ മൊമെന്റ് ആൻഡ് തിങ്ക് അബൌട്ട് 3 തിങ്സ്. നിങ്ങളുടെ ജീവിതത്തിൽ ഇത് നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എന്തോ അച്ചീവ് ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, മറ്റുള്ളവരെ വെച്ച് കമ്പയർ ചെയ്യാതിരിക്കുക. അവർ നിങ്ങളുടെ ജീവിതം ജീവിച്ചിട്ടില്ല, അവർക്കറിയില്ല നിങ്ങൾ എന്തിലൂടെയാണ് കടന്നുപോയത്. നിങ്ങൾ ചിലപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് കണ്ടിട്ടുള്ള ആൾക്കാർ ഈ ജേർണി തുടങ്ങിയിട്ട് കുറെ വർഷങ്ങളായിട്ടിരിക്കും. മേ ബി ദേ ഹാഡ് പ്രിവിലേജസ്, യു ഡോണ്ട് ഹാവ് പ്രിവിലേജസ്. മേ ബി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്ക്രാച്ചിൽ നിന്നായിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്യാനോ നിങ്ങളുടെ കൂടെ നിൽക്കാനോ ഒറ്റ മനുഷ്യനില്ലാതെ ആയിരിക്കും നിങ്ങൾ ഇത്രയും കാലം ഇവിടെ വരെ എത്തിയത്. ആക്ച്വലി നിങ്ങൾ ഇത്രയും കാലം അങ്ങനെ കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ ഒരിക്കലും കുറ്റം പറയില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാം, നമ്മൾ ജനിച്ച അന്ന് മുതൽ നമ്മൾ കമ്പയർ ചെയ്ത് തന്നെയാണ് വളർന്നത്. അത് ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു ഭയങ്കര മോശം ട്രേറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമ്മുടെ കൾച്ചറിന് വളരെ നല്ല കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ വളരെ മോശം കാര്യങ്ങളുണ്ട്. ആ വളരെ മോശം കാര്യങ്ങളിൽ ഒന്നാണ് ഈ കമ്പാരിസൺ എന്ന് പറയുന്നത്. നമ്മൾ 98 മാർക്ക് വാങ്ങിച്ചാലും ഒരു കാര്യമില്ല, തൊട്ടപ്പുറത്ത് ഒരാൾ 99 വാങ്ങിച്ചാൽ വിൽ ബി എ ഫെയിലിയർ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച സൊസൈറ്റിയുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി വിൽ സ്റ്റാർട്ട് ടു കമ്പയർ അവർ സെൽഫ് വിത്ത് അതേഴ്സ്. പക്ഷേ സ്റ്റോപ്പ് ഡൂയിങ് ദാറ്റ്. നമ്മൾ ഇങ്ങനെയല്ലല്ലോ, അവരങ്ങനെയാണല്ലോ എന്ന് ചിന്തിക്കുന്ന ആ ആൾക്കാരെ കൊണ്ടുവന്ന് നിങ്ങളുടെ ജീവിതത്തിലിട്ട they will never be able to survive. അതങ്ങനെയാണ്. You have a unique journey. നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസം, ഓരോ കാര്യങ്ങളും, ഓരോ ആൾക്കാരും, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനുഷ്യന്മാർ, നമ്മുടെ ജീവിതത്തിലുള്ള ഓരോ നമ്മൾ പരിചയപ്പെടുന്ന, നമ്മുടെ ജീവിതത്തിൽ വരുന്ന, നമ്മളുമായിട്ട് ഇടപഴകുന്ന മനുഷ്യന്മാരൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പൊ നമുക്ക് ഒരിക്കലും മറ്റൊരാൾ ഇങ്ങനെയാണ്, നമ്മൾ ഇങ്ങനെ ആയില്ലല്ലോ എന്ന് ചിന്തിക്കാൻ പറ്റില്ല. കാരണം അവരുടെ ജീവിതത്തിലുള്ള മനുഷ്യന്മാരല്ല നമ്മുടെ ജീവിതത്തിലുള്ളത്. ഇനി എപ്പോഴെങ്കിലും നിങ്ങൾക്ക് കമ്പയർ ചെയ്യാൻ തോന്നും, ബാലിക, വി ഓൾ ഹാവ് ഡിഫറെന്റ് ജേർണീസ്. എന്റെ ജീവിതം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. നിങ്ങളുടെ ലൈഫ് എന്റെ അടുത്ത് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവില്ല കംപ്ലീറ്റ്ലി. ദാറ്റ് ഈസ് നോർമൽ. കാരണം എനിക്കൊരിക്കലും നിങ്ങളാവാനോ നിങ്ങൾക്കൊരിക്കലും എനിക്കൊരിക്കലും നിങ്ങളാവാനോ നിങ്ങൾക്കൊരിക്കലും ഞാനാവാനോ പറ്റില്ല. സോ സ്റ്റോപ്പ് കമ്പയറിങ് യുവർ സെൽഫ് ടു പീപ്പിൾ. കോൺഫിഡന്റ് ആയിരിക്കുക എന്നുള്ളത് ഒരു ഓപ്ഷണൽ ആയിട്ടുള്ള കാര്യമല്ല. കാരണം നിങ്ങൾ കോൺഫിഡന്റ് ആയിരുന്നില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ അസേർട്ടീവ് ആയിട്ട്, ഞാൻ ഇഗ്നോറന്റ് ആയിട്ട് പറയണം എന്നല്ല പറയുന്നത്, വളരെ
ഫ്രാങ്ക് ആയിട്ട് വളരെ റെസ്പെക്റ്റോട് കൂടി എന്നാൽ വളരെ അസേർട്ടീവ് ആയിട്ട് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ പീപ്പിൾ വിൽ എക്സ്പ്ലോയിറ്റ്. നിങ്ങൾ എനിക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞൊക്കെ ഭയങ്കര വീക്കായിട്ട് നിങ്ങൾ വീക്ക് ആണെന്ന് എപ്പോൾ ആൾക്കാർക്ക് തോന്നും, അപ്പൊ ആൾക്കാർ നിങ്ങളെ ഗ്രാൻഡഡ് ആയിട്ട് എടുക്കാൻ തുടങ്ങും. പിന്നെ അതിങ്ങനെ ഒരു ചെയിൻ പോലെ വരുന്നതും പോകുന്നതും എല്ലാ ആൾക്കാരും നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്ത് നമ്മുടെ റിസോഴ്സസും നമ്മുടെ സമയവും നമ്മുടെ എഫേർട്ടും നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇമോഷൻസും എല്ലാം എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരിൽ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമ്മളെ അടുത്ത് ആത്മാർത്ഥമായിട്ടുള്ള ഇന്റൻഷൻ ഉള്ളൂ. ഞാൻ എന്റെ ജീവിതത്തിൽ എപ്പോഴും സ്ട്രെസ് ചെയ്തിട്ടുള്ള കാര്യമാണ് മനുഷ്യന്മാരുടെ ഇന്റൻഷൻ. നല്ല ഇന്റൻഷൻ ഉള്ള ഒരാളിനെ മാത്രമേ ഞാൻ എന്റെ ജീവിതത്തിൽ നിർത്തൂ. അല്ലാതെ എന്റെ അടുത്ത് ബാഡ് ഇന്റൻഷൻ ആണ് ഉള്ളതെങ്കിൽ അത് ആരായാലും, വെദർ ഇറ്റ് ബി ഫ്രണ്ട്സ് ഓർ ഫാമിലി ഓർ കരിയർ വൈസ് ആരാണെങ്കിലും മാറ്റി നിർത്താം, 5 അടി മാറ്റി നിർത്താം, അതിൽ ഒരു തർക്കമേ ഇല്ല. സോ യു ഡോണ്ട് ഹാവ് ആൻ ഓപ്ഷൻ ടു ബി അണ്ടർ കോൺഫിഡൻറ്റ്. അതാണ് കാര്യം. നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ഇത്രയും വലിയൊരു കോംപ്ലിക്കേറ്റഡ് സൊസൈറ്റിയിൽ ജീവിക്കണമെങ്കിൽ യു ഷുഡ് ബി കോൺഫിഡൻറ്റ്. ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, എല്ലാ ദിവസവും പെർഫെക്റ്റ് അല്ല, ആൻഡ് എല്ലാ ദിവസവും നിങ്ങൾ പെർഫെക്റ്റ് ആയിരിക്കില്ല. എല്ലാ ദിവസവും നിങ്ങൾക്ക് നല്ല ബോഡി ഉണ്ടാവില്ല, ചില ദിവസം നിങ്ങൾ ബ്ലോട്ടഡ് ആയിരിക്കും, ചില ദിവസം നിങ്ങളുടെ മുടി ഫുൾ ഫ്രിസി ആയിട്ടിരിക്കും. സം ഡേയ്സ് യു വിൽ ഫീൽ സം അൾട്ടിമേറ്റ് സാഡ്നെസ്, ലൈക്ക് ഈശ്വര ഞാൻ ഇതെന്ത് ചെയ്യും എന്നുള്ളൊരു തോന്നലിൽ നിൽക്കുന്ന ദിവസമായിരിക്കും. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് ജനറലി നമ്മുടെ ബോഡി, പ്രത്യേകിച്ച് നമ്മുടെ ബോഡി, നമ്മുടെ സ്കിൻ, നമ്മുടെ ഹെൽത്ത്, ഓവറോൾ ഹെൽത്ത് ഒക്കെ ബെറ്റർ ആയിരിക്കുന്ന ദിവസം നമുക്ക് ഒരു സ്പെഷ്യൽ കോൺഫിഡൻസ് വരും അല്ലെ. പക്ഷെ എല്ലാ ദിവസവും അങ്ങനെ ആവണമെന്നില്ല. നമുക്ക് ചിലപ്പോൾ അസുഖം വരാം, ചിലപ്പോൾ വയ്യാണ്ടാവാം. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഇത് പ്രത്യേകിച്ച് മനസ്സിലാവും. പീരിയഡ്സ് ആവുന്നതും അതിന്റെ കുറച്ച് ദിവസം മുമ്പ് വിൽ ഫീൽ സോ മച്ച് ടയർഡ്, ലൈക്ക് കണ്ണാടിയിൽ നോക്കുമ്പോൾ ഇത് ഞാൻ തന്നെയാണോ എന്ന് ചിന്തിച്ചു പോകുന്ന ചില ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നും യു ഡോണ്ട് ഹാവ് എ ചോയ്സ്. ആൻഡ് രണ്ടാമത്തെ കാര്യം, നിങ്ങൾ അന്ന് വീക്കാണോ ഇല്ലയോ നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ, നാട്ടുകാർക്ക് അറിയില്ലല്ലോ. സോ വാക്ക്, ടോക്ക് ആൻഡ് പ്രസന്റ് യുവർ സെൽഫ് ലൈക്ക് യു ഓൺ ദിസ് വേൾഡ്. അറ്റ്ലീസ്റ്റ് യു ഓൺ യുവർ ഓൺ ലൈഫ്. നമ്മുടെ വീക്ക്നെസ് നമ്മൾ മാത്രം അറിഞ്ഞാൽ മതി. അത് രണ്ടാമത് ഒരാൾ അറിയേണ്ട കാര്യമില്ല. അത് ഞാൻ പറഞ്ഞത് കുറച്ച് നമ്മുടെ മൈൻഡ് സെറ്റിനെ കുറിച്ചാണ്. അതിനപ്പുറത്തേക്ക് വേറെ കുറെ കാര്യങ്ങൾ എന്നെ പേഴ്സണലി, ഇത് എന്റെ പേഴ്സണൽ ലൈഫിൽ നിന്നുള്ള കാര്യം കേട്ടോ, എന്നെ പേഴ്സണലി ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എന്താണെന്നറിയോ? എനിക്ക് ചേരുന്ന ഒന്നാമത്തെ കാര്യം ഡ്രസ്സിങ് എന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നത് ഭയങ്കര സൊഫിസ്റ്റിക്കേറ്റഡ്, എക്സ്പെൻസീവ് അങ്ങനെയുള്ള ഒരു കാര്യമല്ല. ഡ്രസ്സുകൾ എത്ര എക്സ്പെൻസീവ് ആണെങ്കിൽ അല്ലെങ്കിൽ എന്ത് ബ്രാൻഡിന്റെ ആണ് എന്നുള്ളതിലല്ല, അത് നമ്മൾ എങ്ങനെ ക്യാരി ചെയ്യുന്നു, പ്രത്യേകിച്ച് നമ്മുടെ ബോഡിയിൽ അത് എങ്ങനെ ഹാങ് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. വേറൊരാൾക്ക് ചേരുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ചേരണം എന്നില്ല. സോ ഡോണ്ട് ഗോ ഫോർ ട്രെൻഡ്സ്. കാരണം ഫോർ എക്സാമ്പിൾ ഈ ഓണത്തിന് ഞാൻ കണ്ടിട്ടുള്ളതാണ് വൈറ്റ് സ്കേർട്ട്, കളർ ദുപ്പട്ട ആൻഡ് സെയിം കളർ ബ്ലൗസ്. ഇതായിരുന്നു എല്ലായിടത്തും. ആൻഡ് അതിൽ മോസ്റ്റ് പ്രോമിനന്റ് എനിക്ക് തോന്നുന്നു പർപ്പിൾ, റെഡ്, യെല്ലോ, ഇതൊക്കെ ഗ്രീൻ. ഇത് ഇത്രയും ലൈക്ക് മഴവില്ല് പോലെ എങ്ങോട്ട് തിരിഞ്ഞാലും ഇതേ ഡ്രസ്സാണ്. അത് വേറൊരാൾക്ക് ചേരുമായിരിക്കും. ഈ എല്ലാ ആൾക്കാർക്കും അത് അവരുടെ സെൽഫ് ചേരുന്നുണ്ടോ ഇല്ലയോ എന്നതിന്റെ അപ്പുറം നിങ്ങൾക്ക് നിങ്ങളുടെ സെൽഫായിട്ട് അത് തോന്നുന്നുണ്ടോ? നിങ്ങൾ ഇങ്ങനെയാണോ ഡ്രസ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് ആ ഡ്രസ്സ് ഇടുമ്പോൾ ഭയങ്കര ഒരു കോൺഫിഡൻസ് തോന്നുന്നുണ്ടോ? അതാണ് നിങ്ങൾ ആദ്യം നോക്കേണ്ടത്. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞോളൂ, ചേരുക എന്ന് പറയുന്നത് വാട്ട് യു സീ എന്നല്ല, അല്ലെങ്കിൽ വാട്ട് അതർ പീപ്പിൾ സീ എന്നല്ല, ഹൗ യു ഫീൽ. നല്ലൊരു ഡ്രസ്സ് ഇട്ടാൽ യു വിൽ ഫീൽ കോൺഫിഡൻറ്റ്. രണ്ടാമത്തെ കാര്യം, നമ്മൾ എങ്ങനെ നമ്മളെ ക്യാരി ചെയ്യുന്നു എന്നുള്ളതാണ്. എപ്പോഴും ഇങ്ങനെ ഭയങ്കര ഒതുങ്ങി നമ്മുടെ ഷോൾഡർ ഒക്കെ സ്ലൗച്ച് ചെയ്തിരിക്കുന്നതിന് പകരം ട്രൈ ടു ഹാവ് എ ഗുഡ് പോസ്റ്റർ. കുറച്ച് അപ്രൈറ്റ് ആയിട്ടിരിക്കുക. ആൻഡ് അപ്രൈറ്റ് ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് നിവർന്നിരിക്കുമ്പോൾ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ നന്നായിട്ട് ശ്വാസം എടുക്കാൻ പറ്റും. അപ്പൊ ശ്വാസം എടുക്കാൻ പറ്റും നമ്മൾ കുറച്ചുകൂടെ കാമാവും. ആൻസൈറ്റി അറ്റാക്ക് ഉള്ള ആൾക്കാർക്ക് അറിയാം, നമ്മൾ ആൻസൈറ്റി അറ്റാക്ക് വരുമ്പോൾ യുൽ ക്രഞ്ച്, യുൽ സ്ലൗച്ച് ആൻഡ് അപ്പൊ നമുക്ക് ശ്വാസം കൂടെ കിട്ടാണ്ടാവും. മനസ്സിലായോ? അപ്പൊ മോസ്റ്റ്ലി അങ്ങനെയുള്ള ആൾക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ട്രൈ ടു സിറ്റ് അപ്പ് റൈറ്റ്. കുറച്ച് നന്നായിട്ട് ഡീപ് ബ്രത്ത് എടുക്കാൻ നോക്കാം. ബ്രത്ത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ വെറുതെ ജീവിക്കാൻ വേണ്ടി ശ്വാസം എടുക്കുക എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ശ്വാസം, ഓക്സിജൻ ലെവൽ നന്നായിട്ട്, നമുക്ക് നല്ല ഓക്സിജനും നമ്മുടെ ബോഡി ബ്ലഡ് ഫ്ലോ ഒക്കെ കറക്റ്റ് ആകുമ്പോൾ തന്നെ നമുക്കൊരു ലൈവ്ലിനെസ് വരും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അത് നമ്മൾ മുഖത്ത് കാണിക്കും, നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ കാണിക്കും. സോ വെയർ സംതിങ് ദാറ്റ് ഫീൽസ് ലൈക്ക് യു ആൻഡ് വാക്ക് ലൈക്ക് യു ഡിസേർവ് ടു ലീവ് ഇൻ ദിസ് ലൈഫ്. യെസ്, യു ഡിസേർവ് ടു ലീവ് ഇൻ ദിസ് വേൾഡ്. നിങ്ങൾക്ക് സമാധാനമായി സന്തോഷമായിട്ട് ഈ ഭൂമിയിൽ ജീവിക്കേണ്ട എല്ലാ അവകാശമുണ്ട്. അതിന് ആര് വന്ന് നിങ്ങൾ എന്ത് ജഡ്ജ് ചെയ്ത് എന്ത് പറഞ്ഞെന്ന് പറഞ്ഞാലും അത് മാറ്റർ ചെയ്യുന്നില്ല. നമുക്കൊരു ലൈഫ് സ്പാൻ ഉണ്ട്. ആ ലൈഫ് സ്പാനിൽ നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും. സോ വി വിൽ ലീവ് അവർ ലൈഫ് with utmost happiness and confidence. So finally, ഇനി എപ്പോഴെങ്കിലും കോൺഫിഡൻസ് കുറയണമെന്ന് തോന്നുമ്പോൾ എന്ത് ചെയ്യണം? Think about that 3 things. That is your base. അതാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ബേസ്. സോ തിങ്ക് അബൌട്ട് ദാറ്റ്. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ലൈഫ് ചേഞ്ചിങ് മൊമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. ആക്ച്വലി നിങ്ങൾക്ക് തളർന്നു പോയ നിമിഷങ്ങൾ ഷെയർ ചെയ്യാം. ബിക്കോസ് വാട്ട് ഡസന്റ് കിൽ യു മേക്സ് യു സ്ട്രോങ്ങർ. സോ നമ്മുടെ ജീവിതത്തിലെ ഓരോ എക്സ്പീരിയൻസും ഓരോ ചവിട്ടുപടിയാണ്. അപ്പൊ കയറിപ്പോ ഏതെങ്കിലും നിലയിലൊക്കെ എത്തും. അങ്ങനെ വിചാരിച്ചാലോ നമ്മൾ ജീവിക്കുന്നത്. സോ ഗിവ് മീ എ സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക് ഇഫ് യു തിങ്ക് ഐ ഡിസേർവ് ഇറ്റ്. ബൈ ബൈ.